Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. സുഖാണ് എല്ലാവർക്കും. സുഖാണ് മാം. സുഖാണ് മാം. മാമേ സുഖാണ്. സുഖാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പിന്നെ ഇവിടെ സെക്കൻഡ് PG-ല് ഏതൊക്കെ ബാച്ചാണുള്ളത്? 7 കാരുണ്ടോ? 5, 6, 8, 9, 10. എത്ര ബാച്ചല്ലേ ഉള്ളത്? 9 ഉണ്ട്. HS7 ഉണ്ട്. ഓക്കെ. HS7 കാര് മിസ്സിനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? 10 കാരുണ്ടോ? 10th ബാച്ച് ഉണ്ട്. 11th ബാച്ച് ഉണ്ട്. ഓക്കെ. ഓക്കെ, എന്റെ പേരെന്താണെന്നറിയോ? അറിയാം. പരിചയമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇല്ല, മിസ്സിന്റെ പേര് മിൽഡ്രോസ്. മിസ്സിന്റെ പേര് മിൽഡ്രോസ്, വീട് മൂത്തുകുന്നം. ഓക്കെ, ചില ആൾക്കാർക്കൊക്കെ അറിയാം അല്ലെ? ഓക്കെ, 8th ബാച്ചിലും 9th ബാച്ചിലും മിസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ 8th ബാച്ചിലെ ആതിര മിസ്സും ഞാനും ആണ് സെക്കൻഡ് PG-യിലുള്ളത് കേട്ടോ. മിസ് ഉണ്ട്, വാഹിദ മിസ് ഉണ്ട്. അവരൊക്കെ 7th ബാച്ചിൽ അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 8th-ന്റെ 9th-ന്റെ ഒക്കെ? ടോമില്ലേ? ടോമിന്റെ നന്നായിരുന്നോ? ഓക്കെ, ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരും ഒന്ന് നോക്കട്ടെ മിസ്. ടോമില്ല, ടോമിന് എന്ത് പറ്റിയാവോ? ആര്യ. ഓക്കെ, ബാച്ചാണല്ലോ. എന്റെ 8th ബാച്ചില്ലേ? 8th ബാച്ച് ആരെങ്കിലല്ലോ മിസ്? എന്താണ് ടോം? മിസ്സേ, ടോം ആദ്യത്തെ ബാച്ചുകാരുടെ കൂടെ വേണം. ആണോ? അപ്പൊ അവന് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തോ ഡിവൈനി അങ്ങനെ എന്തോ ക്ലാസ്സിന് ചേർന്നെന്ന് പറഞ്ഞു. മറ്റേ പാസ്റ്റർ അങ്ങനത്തെ ഇതില്ലേ, ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും. ലൈവ് ക്ലാസ് കയറാം. പൻഹ ഏത് ബാച്ചാണ് മോളെ? പൻഹ ഏത് ബാച്ചായിരുന്നു? 9 ബാച്ച്. 9 ബാച്ച് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ മിസ്സിന് അറിയാം. പേരറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. ദേവ് ഷഹിദാന്ന് പേര് മിസ്സേ. ഷഹിദാന്ന് പേര്. ഷഹിദ. ഷഹിദ. ഓക്കെ, ഷഹിദ. പിന്നെ എങ്ങനെയുണ്ട് PG പഠിക്കാനായിട്ട്? എളുപ്പാണോ? പഠിക്കുന്ന പോലെ തന്നെയാണോ? 1 മിനിറ്റ് കേട്ടോ.
ഓക്കെ, മിസ്സിനെ കാണുന്നില്ല അല്ലേ? അപ്പൊ കണ്ടോ, മിസ് വന്നു. ഫുൾ അപ്ലോഡ് ആവുന്നില്ല, ചാപ്റ്റേഴ്സ് ഫുൾ അപ്ലോഡ് ആവുന്നില്ല. എന്ത് പറ്റി? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? അപ്പൊ ഇല്ല, ഈ PDF ആക്കിയിട്ടാണോ? പിന്നെ PDF ആക്കിയിട്ടാണോ അവർ തന്നത്? ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളോട്? ഇല്ല. ഇല്ല. ആയിട്ടാണ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷെ അതിൽ ഒരു മൊഡ്യൂളിൽ ഒരു ഷീറ്റ് പേപ്പർ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ ഈ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ ആണോ, ആ ചാപ്റ്റർ ആണോ 2 പേജുള്ളെന്ന് പറഞ്ഞത്? അതൊരു ടേബിൾ ആണ് മിസ്. അതിനെ പ്രത്യേകിച്ച് ടേബിൾ ആയിട്ടാ കാണിക്കുന്നത്. ഇതൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ കയ്യില്? ഇതുണ്ട്. ഇത് കൂടാതെ വേറൊരു ക്ലാസ് റൂമിൽ ഇതിന്റെ PDF അത് അപ്ലോഡ് ആവാൻ സമയം എടുക്കുന്നുണ്ടാവുന്നു. ഇന്നലെ ഞാനും അങ്ങനെയായിരുന്നു നോക്കിയപ്പോ കണ്ടത്. പക്ഷെ ഇന്ന് എനിക്കിത് ഫുള്ളായിട്ട് തന്നെ കിട്ടിയത്. PDF ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. ആതിര പറയുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെ കിട്ടും. അത് ഇന്നലെ നോക്കിയപ്പോ ഒരു പേജ് മാത്രമായിട്ട് ഇന്നലെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ പിന്നെ ഫുള്ളായിട്ട് വേദിക്കുന്നുണ്ട്. ചിലപ്പോ വരുമായിരിക്കും കേട്ടോ. ഓക്കെ, ഫുള്ള് ഉണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ടല്ലോ മോളെ. ഓക്കെ, കിട്ടുമായിരിക്കും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ഓഫീസിൽ വിളിച്ചൊന്ന് ചോദിച്ചോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ. അല്ലെങ്കിൽ ആ PDF ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ആ കുട്ടിക്ക് ചിലപ്പോ നെറ്റിന്റെ ഇഷ്യൂ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. കിട്ടിയവരൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ. ഫുൾ ചാപ്റ്റർ ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ 10th ബാച്ചിന് എക്സാം നടന്നുകൊണ്ടിരിക്കണല്ലേ? ആണോ? 10th ബാച്ച് എങ്ങനെയുണ്ട്? മോഡൽ ഇന്നലെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 10th ബാച്ചിന് കുഴപ്പമുണ്ടാവില്ല. ഈ ബാച്ച് കുറച്ച് നാള് ഓർമ്മയുണ്ടോ? നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ഡിപ്ലോമയിൽ എന്തൊക്കെയാ പഠിച്ചത്? ഇന്നലെ കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഡിപ്ലോമയിൽ എന്താ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരുന്നത്? സ്റ്റഡി ലീവ് ഉണ്ടായിരിക്കും കേട്ടോ. സ്റ്റഡി ലീവ് തരാറുണ്ടല്ലോ. മിസ് പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? എല്ലാവരും ഒന്ന് കേട്ടോ. ക്ലിയർ ആണോ മിസ് പറയുന്നത്? ഓക്കെ ആയോ? ഓക്കെ, മിസ്സിന്റെ പേര് ഒന്നുകൂടി പറയാം. ഇപ്പൊ കേറിയവർക്ക് അറിയാൻ പറ്റില്ല. മിസ്സിന്റെ പേര് മിൽഡോസ്. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഡിപ്ലോമയില് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാ പഠിച്ചത്? സുഖാണല്ലോ. ഓക്കെ, നമ്മുടെ 8th ബാച്ചിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? PGയില് ആരൊക്കെയുണ്ട്? ജോബി, സുഷ, അതുപോലെ ആതിരാദേവിനെ കണ്ടിരുന്നു മിസ്. ആരൊക്കെ 8th ബാച്ചിലുള്ളത്? ആരുമില്ലേ? ഓക്കെ, സൂസൻ 9th ബാച്ച് ആണ്. ഓക്കെ, 9th ബാച്ച് ആണല്ലേ? 2 ബാച്ച് മിസ് പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും കാണുന്ന കുട്ടികളെയാണ് ഓർമ്മ കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇടുമ്പോ അവര് തന്നെയാ പറയുന്നത്. അപ്പൊ സൂസൻ അറിയാം, ആതിരാദേവിനെ അറിയാം.
ചിന്തു അറിയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ജസ്റ്റ് ഒന്ന് ഡിപ്ലോമയിലെ ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. അഫ്സാന അറിയാം. ഓക്കെ, ഇന്നലെ ജെറിൻ ഉണ്ടായിരുന്നല്ലേ? ജെറിൻ 9th ബാച്ചിലെ. ഓക്കെ, ഇന്നില്ലാന്ന് തോന്നുന്നു, അവരെ കണ്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നു ടോമൊക്കെ ഉണ്ടാവുമെന്ന്. ഓക്കെ, ടോമിനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞോളൂ കേട്ടോ മിസ്. കേറിയില്ല അല്ലെ? ഓക്കെ ഓക്കെ, ഇന്നലെ ഉണ്ടായിരുന്നു. ആദര മിസ് പറഞ്ഞു ടോം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ ഉണ്ടായിരുന്നോ ടോം? അപ്പോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇല്ലായിരുന്നു അല്ലെ? ഓക്കെ ഓക്കെ, അപ്പോ അശ്വതി മിസ് ആരോ പറഞ്ഞതുപോലെ തോന്നിട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷനിൽ നമ്മള് ഡിപ്ലോമയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓർമ്മയുണ്ട് എല്ലാവർക്കും? ആതിര പറയുന്നുണ്ടല്ലോ, ഹോസ്പിറ്റൽ ഡെഫിനിഷൻ. അതുപോലെ തന്നെ ഹോസ്പിറ്റല് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏത് പേരിൽ നിന്നാണ്? ഹോസ്പിറ്റല് ഹോസ്പൈസ് അല്ലെ? അതിന്റെ മീനിങ് എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. മീനിങ് എന്തായിരുന്നു? ഗസ്റ്റ്. പിന്നെന്തായിരുന്നു? 2 മീനിങ് ഉണ്ടായിരുന്നില്ലേ? വിസിറ്റർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചല്ലേ? 3 ഡെഫിനിഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഡെഫിനിഷൻസ് എന്തായിരുന്നു? ഹോസ്പിറ്റൽ ആർ institutions providing medical and surgical treatment and nursing care for any ill or injured people. Okay, okay. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ച് 3 ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡെഫിനേഷൻസ് ആണ് മിസ് വായിച്ചത്. ഇനി സെക്കൻഡ് ഡെഫിനേഷൻ എന്തായിരുന്നു? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ഓഫ് physician, surgeons and team of technical staff in order to provide facilities and diagnosis, therapy, rehabilitation, prevention, education and research. Just ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി, ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ആര് തന്ന ഡെഫിനിഷൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? ഡെഫിനിഷൻ ആയിരുന്നു, ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. WHO അല്ലെ? 1957 അവര് പ്രൊവൈഡ് ചെയ്തൊരു ഡെഫിനേഷനും കൂടി നമ്മൾ പഠിച്ചിരുന്നു. ഒന്നുകൂടി മിസ് വായിക്കാം കേട്ടോ. അത് എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ദ ഫങ്ഷൻ ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് for the population complete health care, both curative and preventive, and whose outpatient service reached out to the family and its home environment. The hospital is also a center for the training of health workers and biosocial research. ഇതായിരുന്നു അവര് തന്ന WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരുന്ന ഡെഫിനേഷൻസ്. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഡെഫിനേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ? എന്തായിരുന്നു ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം? എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം? അവരുടെ ഗോൾ എന്തായിരിക്കും? അറിയാൻ പറ്റുമോ? ഹോസ്പിറ്റലിലെ സർവീസ് അല്ലെ? അവിടെ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള എന്ത് കൊടുക്കണം? കെയർ, പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യണം. സർവീസ് പ്രൊവൈഡ് ചെയ്യാം. എന്നാലാണ് പേഷ്യന്റിന് എന്തുണ്ടാവുന്നത്? എന്താ ഉണ്ടാവാ? നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ? സംതൃപ്തി ലഭിക്കും അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരോട് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പുതിയ ആളുകൾ വരാനായിട്ട് തുടങ്ങും അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും? എന്താ കിട്ടാ?
ഓക്കെ ഗുഡ് വില്ല്. ഓക്കെ പിന്നെന്താണ് ഗുഡ് വില്ല്, സൽപ്പേര് കിട്ടും. പിന്നെന്താ മെയിൻ ആയിട്ട് എല്ലാ ഓർഗനൈസേഷന്റെ മെയിൻ പ്രോഫിറ്റ് കിട്ടും അല്ലെ, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി മിസ് പറയണേ കേട്ടോ എല്ലാ കാര്യങ്ങളും. ഇനി നമ്മള് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത് എന്തായിരുന്നു? സെക്കൻഡ് ചാപ്റ്റർ ഓർമ്മയുണ്ടോ? സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഓക്കെ ഓരോ പീരീഡ് വൈസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD. അതിനകത്ത് നമ്മൾ പഠിച്ചത് മെസൊപ്പൊട്ടോമിയൻ ഹോസ്പിറ്റല്. എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഓക്കെ മെസൊപ്പൊട്ടോമിയൻ ഹോസ്പിറ്റല്, ഗ്രീക്ക് ഹോസ്പിറ്റല്. കൂടുതലായിട്ട് മിസ് പറയുന്നില്ല, ഓരോന്നും ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ റോമൻ ഹോസ്പിറ്റല്, അറബിക് ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഇന്ത്യൻ ഹോസ്പിറ്റലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഫാദർ ഓഫ് മെഡിസിൻ ആരായിരുന്നു? ഫാദർ ഓഫ് മെഡിസിൻ ആരായിരുന്നു? ഹിപ്പോക്രാറ്റസ്. ഓക്കെ അതുപോലെ തന്നെ ഹുംറാബിസ് കോഡ് എന്തായിരുന്നു? ഹുംറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. ഓർമ്മയുണ്ടോ ഹുംറാബിസ് കോഡ്? ഇനി നമ്മൾ പഠിച്ചത് നെക്സ്റ്റ് പഠിച്ചത് മിഡിൽ ഏജ്, ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് 500 to 1500 AD. 500 മുതൽ 1500 AD വരെയുള്ള പീരീഡ് ആണ് മിഡിൽ ഏജിൽ വരുന്നത് അല്ലെ. ഓക്കെ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? പോപ്പ് ഇന്നസെന്റ് അല്ലെ, പോപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ കുരിശുദ്ധക്കാർ വന്നപ്പോഴുള്ള കുറച്ച് പ്രത്യേകതകള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. ഓക്കെ ജസ്റ്റ് ഒന്ന് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റിനൈസേഷൻ ഏജ് അല്ലെ, നവോത്ഥാന കാലഘട്ടം 1500 മുതൽ 1700 AD വരെയുള്ള കാലഘട്ടമാണ്. അതെന്തായിരുന്നു അതിന്റെ പീരീഡ് എന്ന് പറഞ്ഞത്? 14th to 16th century വരെ ആയിരുന്നു കേട്ടോ. ഓക്കെ നെക്സ്റ്റ് വന്നത് മോഡേൺ പീരീഡ് 1750 മുതൽ 1950 AD വരെയുള്ള കാലഘട്ടം. അതിലായിരുന്നു നമ്മൾ ഇത് പഠിച്ചത്. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ വന്നു അല്ലെ. ഏതായിരുന്നു അത്? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വെരി ഗുഡ്, പെൻസിൽവാനിയ ഹോസ്പിറ്റൽ അല്ലെ. ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ഇവല്യൂഷൻ. ഓക്കെ ഇന്ത്യൻ സിനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ് ഇവല്യൂഷൻ പഠിച്ചു. അതിനകത്ത് നമ്മൾ പഠിച്ചത് അത്രേയ അല്ലെ. അത്രേയ എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ who lived in the University of തക്ഷശില. അതാണ് അത്രേയനെ കുറിച്ച് നമ്മൾ പഠിച്ചത് അല്ലെ. സുശ്രുത, ചരക ഇവരെ കുറിച്ചൊക്കെ നമ്മള് ഹോസ്പിറ്റൽ ഇവല്യൂഷനിൽ പഠിച്ചു. ഇനി നെക്സ്റ്റ് 17th century. ഇത് പറയുന്നത് നമ്മള് ഈ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റലിൽ ഹിസ്റ്ററി വരുന്നുണ്ട്. അതില് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ 17th century നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട 1835 വന്നു. അതുപോലെ മുംബൈയിൽ വന്നത് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത് 1845 ചെന്നൈയിൽ വന്നത് 1850 അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ പഠിച്ചത്. 17th century ഇമ്പോർട്ടന്റ് ആണ്, ഇതിനകത്ത് പറയുന്നുണ്ട്. പറയാം. ലാസ്റ്റ് പറയുന്നത് എന്താണ്? എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ. ഓക്കെ പോപ്പുലേഷൻ റേഷ്യോ, ഡോക്ടേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ, അങ്ങനെയുള്ള കുറച്ച് റേഷ്യോസ് ആണ് നമ്മൾ അതിനകത്ത് നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ ഇത്രയും വരെയാണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ അപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷനിൽ ഹോസ്പൈസ് അല്ലെ, ലാറ്റിൻ വേർഡ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഹാർവിഡിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡെഫിനിഷൻ ആണ് അതിനകത്ത് പഠിച്ചത്. അതുപോലെ തന്നെ ഹിസ്റ്ററി, ചരക, അത്രേയ, ഇതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ
ഇനി നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലൊക്കെ ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, നമ്മള് ഫസ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലേ പി ജിയിലെ. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നല്ല രീതിയിൽ പഠിക്കാനായിട്ടും പഠിക്കാൻ തോന്നാനായിട്ടും ടീച്ചർമാര് പറയുന്ന കാര്യങ്ങള് വേഗം തലയിലോട്ട് കയറാൻ വേണ്ടിയിട്ടും കൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ഈശ്വരൻ ഏതാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ഏതാണോ കുറച്ചു നേരം ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Chapter 1, Basic Concept of Hospital. ഓക്കെ, എന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്? കൺസെപ്റ്റ് എന്തായിരിക്കും? മീനിങ് എന്താ? കൺസെപ്റ്റിന്റെ മീനിങ് എന്താണ്? ആശയം അല്ലെ? വെരി ഗുഡ്. അപ്പൊ എന്താണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന അടിസ്ഥാന ആശയങ്ങള് അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന ആശയങ്ങൾ. നിങ്ങളൊരു ചിത്രം കണ്ടു കാണും അല്ലെ? എന്താ അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം? എന്താ മനസ്സിലായത്? എന്താണ് ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താ ചിത്രം കാണുന്നത്? ഹോസ്പിറ്റൽ ആണ് അല്ലെ? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്ത് ഇവിടെ ഒരു ഇത് സിമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? ഡിപ്ലോമയില് ഓർമ്മയുണ്ടോ ആ സിമ്പിള്? എന്തിന്റെ സിമ്പിൾ ആണ്? റെഡ് ക്രോസ് അല്ലെ? ആംബുലൻസിന്റെ ആണ് അല്ലെ? ഓക്കെ, ഗുഡ്. ഓർമ്മയുണ്ടല്ലോ അവർക്കും. നമ്മൾ പഠിച്ചിരിക്കുന്ന ആംബുലൻസിലാണ് അല്ലെ? ആംബുലൻസിൽ റെഡ് ക്രോസ് അല്ലെ? പല പല സിമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ സിമ്പിള് കണ്ടാൽ തന്നെ അറിയാം എന്താണെന്നുള്ളത്. ഇതൊരു ഹോസ്പിറ്റലിന്റെ ചിത്രമാണ്. അതുപോലെ തന്നെ ഇവിടെ നെയിമും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതൊരു ഹോസ്പിറ്റൽ ആണ്. ഹോസ്പിറ്റലിലെ പ്രത്യേകത എന്താണ്? രോഗികൾക്ക് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലേ അവിടെ വരുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് അല്ലെ? പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ പേഷ്യൻസ് അവിടെ വരികയും അതുപോലെ തന്നെ അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. എ ഹോസ്പിറ്റൽ ക്യാൻ ബി ടെക്നിക്കലി termed as an institution curing various illness. എന്തായിരിക്കും പറയുന്നത്? ഹോസ്പിറ്റൽ can be technically termed as an institution curing various illness. Illness എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Illness എന്താ മീനിങ്? Illness എന്ന് പറഞ്ഞാല് രോഗങ്ങൾ അല്ലെ? രോഗം. ഓക്കെ, അസുഖങ്ങള്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ്? പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? പലതരത്തിലുള്ള. ഇപ്പോ പനിക്ക് മാത്രമാണോ നമ്മൾ പനി വരുമ്പോ മാത്രമാണോ ഹോസ്പിറ്റലിൽ പോകുന്നത്? അല്ല അല്ലെ? പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ? ചുമ, പനി, ജലദോഷം, അതുപോലെ വയറുവേദന, എല്ല് പൊട്ടല്, കാലൊടിയല്, ആക്സിഡന്റ് അല്ലെ? ക്യാൻസർ, അങ്ങനെ മാരകമായ അസുഖങ്ങള്, കാർഡിയാക് അറസ്റ്റ് അല്ലെ? പല പല അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത് ചികിത്സിക്കാനായിട്ട്? ഹോസ്പിറ്റലുകളിലാണ് അല്ലെ പോകുന്നത്.
അപ്പോ അങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെയാണ് നമ്മള് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്? technically termed as an institution curing various illness. പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വേറെ അതേസമയം പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ, പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി which offers a galaxy of service to the society. അപ്പൊ എന്താണ് നമ്മൾ ടെക്നിക്കലി ടേംഡ് ആസ് അത് പറഞ്ഞല്ലേ? ടെക്നിക്കലി പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഇനി പ്രാക്ടിക്കലി ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി. എന്താണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും സർവീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സർവീസ്? സേവനം. വെരി ഗുഡ്, സേവനം. സേവനം. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാലോ? ഇൻഡസ്ട്രി മേഖല അല്ലെങ്കിൽ എന്താണ്? വ്യവസായം എന്ന് പറയാൻ പറ്റും അല്ലെ? വ്യവസായം അല്ലെങ്കിൽ മേഖല. മനസ്സിലായോ? ഓക്കെ, അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ മിസ് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ, എല്ലാവർക്കും അറിയാൻ പറ്റും. ഇനി അറിയാത്തവര് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെന്ന് പറയാൻ പറ്റും നമുക്ക്? ഒരു സേവന മേഖലയാണ് അല്ലെങ്കിൽ സേവന വ്യവസായമാണെന്ന് പറയാൻ പറ്റും അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയാനായിട്ടുള്ള കാരണം? പ്രോഫിറ്റ്. പിന്നെന്താണ് അവിടെ കൊടുക്കുന്നത്? രോഗികൾക്ക് കൊടുക്കുന്നത് എന്താണ്? ട്രീറ്റ്മെന്റ്. സർവീസ് ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കെയർ കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ഒരു സർവീസ് ആണ് അല്ലെ? ബെസ്റ്റ് സർവീസ്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്നത് കൊണ്ടാണ് പ്രാക്ടിക്കലി പറയുന്നത് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നത്. നോക്കിക്കോളൂ, നെക്സ്റ്റ് നോക്കി. വിച്ച് ഓഫേഴ്സ്. എന്താണ് അത് ഓഫർ ചെയ്യുന്നത്? A galaxy of service to the society. Galaxy എന്ന് പറഞ്ഞാൽ എന്താ? ഗാലക്സി ഗ്രൂപ്പ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഒരു കൂട്ടം എന്ന് പറയാം അല്ലെ നമ്മൾക്ക് അല്ലെ? കൂട്ടം. വെരി ഗുഡ്. എന്താണ്? ഗ്രൂപ്പ് അല്ലെങ്കിൽ കൂട്ടം എന്നാണ് ഗാലക്സിനെ പറയുന്നത്. അറിയാത്തവരവിടെ എഴുതി വെക്കാം കേട്ടോ. ഗാലക്സി മീൻസ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം അതിന്റെ മുകളില്. ഓക്കെ, അപ്പൊ ഗാലക്സി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഗ്രൂപ്പ്. അപ്പൊ എന്താണ്? സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് ഹോസ്പിറ്റലിനെ പറയാനുള്ള കാരണം, ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നത് എന്താണ്? സൊസൈറ്റിക്ക് അല്ലെ? പോപ്പുലേഷന് അല്ലെങ്കിൽ പീപ്പിൾസിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു കൂട്ടം സർവീസ് ആണ് അത് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിനെ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിനെ പറയുന്നത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ എന്താണ്? പല രോഗങ്ങൾക്കും ഉള്ള പല രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ടെക്നിക്കലി ടേംഡ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യൂറിംഗ് വാരിയസ് ഇൽനെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിനെ പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നുണ്ട് അല്ലെ? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു കൂട്ടം സർവീസ് ആണ് ആളുകൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ടെക്നിക്കലി ടേംഡ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യൂറിംഗ് വാരിയസ് ഇൽനെസ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലി ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് സർവീസ് ഇൻഡസ്ട്രി. ഇനി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്?
which offers a galaxy of service to the society. Okay, mark ചെയ്ത് വെച്ചോ? Okay. ഇനി next നോക്കിയേ. Hospital offers wide range of services. Hospital എന്താ ഓഫർ ചെയ്യുന്നത്? wide range of service ആണല്ലേ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, കുറെ അധികം സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? 1 minute കേട്ടോ, 1 minute. ജസ്റ്റ് ഒന്ന് ആ സെന്റൻസ് ഒന്ന് നോക്കിയേ. 2 സെന്റൻസ് മിസ് പറഞ്ഞ 2 സെന്റൻസ് ഒന്ന് നോക്കാം കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റല് എന്താണ്? ഹോസ്പിറ്റൽ ഓഫർ എ വൈഡ് റേഞ്ച് ഓഫ് സർവീസ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസ് ആണ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ? എക്സാമ്പിൾസ്, എന്തെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റോ? ഹോസ്പിറ്റല് എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്? ലാബ്, റേഡിയോളജി, ഫാർമസി, സ്കാനിങ് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ്, ഓക്കെ, ആംബുലൻസ് സർവീസ്. വെരി ഗുഡ് അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ പറഞ്ഞാൽ മതി അല്ലെ. എക്സ്റേ അല്ലെ, അങ്ങനെയുള്ള സർവീസ്. വെരി ഗുഡ്. സർജറി ഇല്ലേ? ഓക്കെ. റീഹാബിലിറ്റേഷൻ സർവീസ്. വെരി ഗുഡ്. ഫിസിയോതെറാപ്പി ഇല്ലേ? ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ്. വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസ് ആണ് കേട്ടോ. എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്റൻസീവ് കെയർ അല്ലെ, അതൊക്കെ എന്താണ്? ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസുകളാണ്. ഇനി നോക്കാം എന്താണ്? സർവീസ് ഹാസ് ഡിഫറെന്റ് മീനിങ് അക്കോർഡിംഗ് ടു ദ person who thought about that. Actually a service is defined. Okay, ഇനി നോക്കിയേ ആ സെന്റൻസ് ഒന്നുകൂടി നോക്കാം കേട്ടോ നമുക്ക്. സർവീസ് ഹാസ് ഡിഫറെന്റ് മീനിങ് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ ഹു thought about that. അപ്പൊ എന്താണ് പറയുന്നത്? സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് മീനിങ്ങിൽ പറയാൻ പറ്റും. എന്താണ്? ഒരു പേഴ്സൺ അല്ലെ, ഒരു വ്യക്തി ആ സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണോ അത് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് സർവീസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന സർവീസിനെ കുറിച്ചുള്ള മീനിങ് ആയിരിക്കില്ല ഇപ്പൊ ആതിർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആതിർ ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കില്ല ലയമോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലയമോൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കില്ല അമൃത സർവീസിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സർവീസിനെ കുറിച്ച് നമ്മളെല്ലാവരും എന്താണ്? ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. നമ്മള് പല അർത്ഥത്തിലുമാണ് ഓരോ കാര്യങ്ങളും ചിന്തിച്ചെടുക്കുന്നത് അല്ലെ. ആണോ? നമ്മളൊക്കെ ഒരുപോലെയുള്ള ഐക്യമുള്ള ആൾക്കാരാണോ? അല്ല, എല്ലാവരും ഡിഫറെന്റ് ആണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മള് ഒരു വ്യക്തി സർവീസിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അത് അടിസ്ഥാനമാക്കിയിട്ട് അതിന്റെ മീനിങ് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല അമൃത് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല ആതിർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്ന മീനിങ് കേട്ടോ. ക്ലിയർ ആയോ? ഇനി ആക്ച്വലി a service is defined as an act or performance offered by one party to another that is basically invisible. എന്താണ്? സർവീസിനെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അല്ലെ. സർവീസ് ഈസ് ഡിഫൈൻഡ്. ഓക്കെ, ഡിഫറെന്റ് മൈൻഡ് ആണ്. ഓക്കെ,
അപ്പൊ നോക്കിയേ സർവീസിനെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് നോക്കിയേ, സർവീസ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആക്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ട് എന്തായിരിക്കും? ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തിയാവാം അല്ലെ? വെരി ഗുഡ്, പ്രവൃത്തിയാവാം. ഇനി പെർഫോമൻസ് എന്തായിരിക്കും? പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി, അതുപോലെ തന്നെ പ്രകടനം. വെരി ഗുഡ്. അപ്പൊ എന്താണ്? സർവീസ് എന്ന് പറഞ്ഞാലും ഒരു ആക്ട് ആവാം, അല്ലെങ്കിൽ എന്താണ്? ഒരു പെർഫോമൻസ് ആവാം അല്ലെ? ഒരു പ്രവൃത്തി ആവാം, അല്ലെങ്കിൽ ഒരു പ്രകടനമാവാം. ഇനി അത് ഓഫർ ചെയ്യുന്നത് എന്താണ്? ബൈ വൺ പാർട്ടി ടു അനദർ. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്കാണ് ആ പ്രവൃത്തി അല്ലെ? പ്രവൃത്തി കൈമാറുന്നത്. അങ്ങനെയല്ലേ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ട് അല്ലെ? അവർ ചെയ്യുന്നത് എന്താണ്? അവർ ചെയ്യുന്നത്? ഒരു സർവീസ് ആണ് അല്ലെ? അപ്പൊ ഡോക്ടറിൽ നിന്ന് ഒരു സേവനം മറ്റുള്ള പേഷ്യൻസിന് ലഭിക്കുന്നു. ഓക്കെ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറുന്നുണ്ട്. മനസ്സിലായോ? ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? എന്താ മീനിങ്? ഇൻവിസിബിൾ. കാണാൻ പറ്റാത്തത് അല്ലേ? കാണാൻ പറ്റാത്തതാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത് കൊണ്ട് മിസ്സിന് പറയാനായിട്ടുള്ള പ്രചോദനം ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കമന്റ് ഇടാതിരിക്കരുത്. മിസ്സിനെ ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളണം ഓരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണോ ഇങ്ങനെ കമന്റ് ഇടുന്നത്? ഓക്കെ. അപ്പോ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാല് എന്താണ്? കാണാൻ പറ്റാത്തതാണ് അല്ലെ? നമ്മൾ എന്താണ് ഇപ്പൊ ഒരു സർവീസ് എന്ന് പറഞ്ഞാല് കാണാൻ പറ്റില്ല അല്ലെ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്താണ് ഈ ഒരു നമ്മുടെ കൺസൾട്ടേഷൻ വരുമ്പോ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ശുശ്രൂഷിക്കുന്നുണ്ട് അല്ലെ? അവര് ചെയ്യുന്നത് ഒരു സർവീസ് ആണ്. ഒരു വ്യക്തിയിൽ നിന്നും പേഷ്യൻസിന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൽ നിന്നും പേഷ്യൻസിന് ലഭിക്കുന്ന സർവീസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതെന്തായിരിക്കും? കാണാൻ പറ്റുന്നുണ്ടോ? ഇതെന്താ? PDF ആണ് അല്ലെ? ഇതെന്താണ്? PDF ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? വിസിബിൾ ആണ്. ഇതെന്താണ്? ഫോൺ ആണ് അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഗുഡ്സ് ആണ്. ഫോൺ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ബോട്ടിൽ എന്ന് പറഞ്ഞാലും എന്താണ്? ഇതൊക്കെ എന്താണ്? ഗുഡ്സ് ആണ്. നിങ്ങൾക്ക് എന്താണ്? കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, സർവീസും ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസമാണ് മിസ് പറഞ്ഞത്. ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കാണാൻ പറ്റുന്നു. സർവീസ് എന്ന് പറഞ്ഞാലോ ഇൻവിസിബിൾ ആണ്, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ പറ്റില്ല. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്, കാണാൻ പറ്റില്ല. പകരം ഗുഡ്സ് കാണാൻ പറ്റുന്നത് പോലെ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഓർത്ത് നോക്കിയേ. ഗുഡ്സ് നമുക്ക് കാണാൻ പറ്റും. സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരി ഗുഡ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇല്ലേ? ആണോ? ഓക്കെ, അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കിട്ടിയില്ലേ? മനസ്സിലായോ പാരഗ്രാഫ്? നമ്മൾ ആ പാരഗ്രാഫ് എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ ക്യാൻ ബി ടെക്നിക്കലി ടേംഡ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറിങ് വാരിയസ് ഇൽനെസ്സസ് അല്ലെ? എന്താണ്? പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് ടെക്നിക്കലി പറയുന്നതാണ്. ഇനി പ്രാക്ടിക്കലി പറയുന്നത് എന്താണ്? ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നത് അല്ലെ? അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഒരുകൂട്ടം സർവീസുകൾ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റല് വൈഡ് റേഞ്ച് ഓഫ് സർവീസ് ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വ്യക്തി സർവീസിനെ ഇപ്പോ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ? ഓരോ മനുഷ്യർക്കും
ഓരോ മനുഷ്യരും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും സർവീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് മീനിങ്ങിലാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. സർവീസ് ഹാസ് ഡിഫറെന്റ് മീനിങ് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ ഗോ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇനി ആക്ച്വലി ദ സർവീസ് ഡിഫൈൻഡ് അസ്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സർവീസിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ആക്ട് ആണ് അല്ലെ. ആക്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതുപോലെ തന്നെ പെർഫോമൻസ് ആണ്, പ്രകടനമാണ്. അത് ഓഫർ ചെയ്യുന്നത് എന്താണ്? ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കാണ്, ഡോക്ടറിൽ നിന്നും രോഗിയിലേക്ക്. ഓക്കെ, അത് ഓഫർ ചെയ്യുന്നുണ്ട്, സർവീസ് ഓഫർ ചെയ്യുന്നു. ഇനി അതെങ്ങനെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെ? കാണാൻ പറ്റില്ല, ആ സർവീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ പാരഗ്രാഫ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മിസ് പറഞ്ഞതില്? ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പേടിക്കൊന്നും വേണ്ട. മിസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ വേറെ കുട്ടികളൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ള ഇതൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. എന്തുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ലൈൻ ഒന്നും ഇവിടെ പറയാം കേട്ടോ മിസ്. ഫസ്റ്റ് ലൈൻ, a hospital can be technically termed as an institution curing various illness. ടെക്നിക്കലി പറയുന്നത്, അതുപോലെ പ്രാക്ടിക്കലി പറയുന്നതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പ്രാക്ടിക്കലി ഇറ്റ് ക്യാൻ ബി ടേംഡ് as service industry which offers galaxy of service to the society. Next, last point ട്ടോ. Service is defined as an act or performance offered by one party to another that is basically invisible. മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് ലൈൻസ് ആണ് ട്ടോ അണ്ടർലൈൻ ചെയ്യേണ്ടത്. കിട്ടിയോ എല്ലാവർക്കും? ഇനി ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടോ? ഓക്കെയാണ് അല്ലെ? ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. Clear ആയില്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഓക്കെ, as mentioned before, a hospital provides a galaxy of service. നമ്മൾ പറഞ്ഞതാണ് എന്ത്? ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കൂട്ടം സർവീസ് ആണ്. കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞതാണ്. And the recipient of the service or the beneficiary of the service being the patient. അപ്പൊ എന്താണ് recipient എന്ന് പറഞ്ഞാല്? റെസിപ്പിയന്റ് ആരായിരിക്കും? റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാല് സ്വീകർത്താവ്. ഓക്കെ, സ്വീകർത്താവ്. അതുപോലെ ബെനഫിഷ്യറി ആരായിരിക്കും? എന്താ മീനിങ് ബെനഫിഷ്യറി എന്ന് പറഞ്ഞാല്? ബെനഫിഷ്യറി ഗുണഭോക്താവ് അല്ലേ? ഓക്കെ,
അപ്പൊ എന്താണ്, രണ്ടിനും ഒരേ അർത്ഥമാണ് അല്ലെ. സർവീസ് ലഭിക്കുന്ന സ്വീകർത്താവായാലും ഗുണഭോക്താവായാലും ആരായിരിക്കും? ഹോസ്പിറ്റലിൽ ആ സർവീസ് ലഭിക്കുന്ന ഗുണഭോക്താവ് അല്ലെങ്കിൽ ബെനഫിഷ്യറി എന്ന് പറയുന്ന ആള് ആരായിരിക്കും? പേഷ്യന്റ് ആയിരിക്കും അല്ലെ. ആ സർവീസ് കിട്ടുന്ന ആളല്ലേ. ഡോക്ടർ ആർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യന്റിനാണ്. ഓക്കെ, ആ വരി ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The recipient of the service or the beneficiary of the service being patient. Okay, സ്വീകർത്താവായാലും അതുപോലെ ബെനഫിഷ്യറി ഓഫ് ദ സർവീസ് എന്ന് പറഞ്ഞാലും ആരെയാണ് നമ്മൾ പറയുന്നത്? പേഷ്യന്റിനെയാണ്. A true service and the recipient of the service are patient. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. The true service begins where nothing is expected in return. അപ്പൊ എന്താണ് ശരിയായ രീതിയിലുള്ള സർവീസ് എങ്ങനെയാണ് ബിഗിൻ ചെയ്യുന്നത്, ആരംഭിക്കുന്നത്? എങ്ങനെയാണ്? where nothing is expected in return. എന്താണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് അല്ലെ. അങ്ങനെയല്ലേ? നമ്മളിപ്പോ ഒരു കാര്യം ഒരു പ്രായമായവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു സർവീസ് ആണ് അല്ലെ. ഇപ്പൊ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നത് എന്താണ്? ഒരു സർവീസ് ആണ്. തിരിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അല്ലെ. ആണോ? അങ്ങനെയല്ല നമ്മൾ ചെയ്തു കൊടുക്കാറ് അല്ലെ. അത് നമ്മുടെ കടമയാണല്ലേ. ഇപ്പൊ നമ്മുടെ അപ്പൂപ്പനായാലും അമ്മൂമ്മയ്ക്കായാലും ഒക്കെ നമ്മള് ഫുഡ് കൊടുക്കാറുണ്ട്, അതിൽ മരുന്ന് കൊടുക്കാറുണ്ട് അല്ലെ. ചിലപ്പോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ചീത്ത കേൾക്കാറുണ്ടല്ലേ അല്ലെ, കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നല്ല കാര്യം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു സർവീസ് ആണ്. നമ്മള് തിരിച്ച് അവരുടെ കയ്യിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാറ്. ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ നല്ലൊരു സർവീസ്, നല്ലൊരു ശരിയായ രീതിയിലുള്ള സർവീസ് ബിഗിൻ ചെയ്യുന്നത്, ആരംഭിക്കുന്നത് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ്. ഇനി എന്താണ്? ഇറ്റ് ക്യാൻ ബി ഐദർ ഫെൽറ്റ് ഓർ എക്സ്പീരിയൻസ്ഡ്. അപ്പൊ എന്താണ്? നല്ലൊരു സർവീസിൽ നിന്നാണ് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇല്ലേ? നമ്മൾ പറഞ്ഞു സർവീസിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ, സർവീസിൽ നിന്ന് അല്ലെ. ഇപ്പൊ ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സർവീസ് എന്താണ്? എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക്. ക്ലിയർ ആയില്ലേ? ഇനി caring a person with a smile is considered to be a good service. അപ്പൊ എന്താ പറയുന്നത്? നല്ലൊരു സ്മൈൽ അല്ലെ. സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മൈല് പുഞ്ചിരി അല്ലെ, ചിരിക്കുക. പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ ആളുകൾക്ക് കെയർ കൊടുക്കണം. ഇപ്പൊ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മള് ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോ അവരെന്താണ് അവിടെ നിൽക്കുന്നത്? ചിലപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ നമ്മളെ സ്വീകരിക്കാനായിട്ട് ആള് നിൽക്കാറുണ്ട് അല്ലെ, സ്റ്റാഫുകൾ നിൽക്കാറുണ്ട്. അപ്പൊ അവരിങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണോ നിൽക്കാറ്? ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണോ നിൽക്കാറ്? ഇല്ല. എന്താണ്? സ്മൈൽ അല്ലെ. ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നു നമ്മള്, അപ്പൊ അവിടെ എന്താണ്? സ്വീകരിക്കാനായിട്ട് വാലൊക്കെ തുറന്നു തരാനായിട്ട് ആളുകൾ ഉണ്ടാവും അല്ലെ. ഡോറൊക്കെ തുറന്ന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവര് നമ്മളോട് എന്താ അല്ലെ ചിരിയോട് കൂടിയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നത് അല്ലെ. ഒരു നല്ലൊരു സർവീസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? പുഞ്ചിരിയോട് കൂടിയിട്ടാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നാലും എവിടെ ചെന്നാലും എന്താണ്? അവിടെ സർവീസ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലോട്ട് ആളുകൾ വരണമെങ്കിൽ എന്താണ്? നല്ലൊരു സർവീസ് കൊടുക്കണം അല്ലെ. ആളുകള് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് നല്ല രീതിയിൽ അവരുടെ ബിഹേവിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നല്ലൊരു സർവീസ് തുടങ്ങുന്നത് എന്തിലൂടെ ആയിരിക്കണം? സ്മൈലോട് കൂടി, പുഞ്ചിരിയോട് കൂടിയിട്ട് ആയിരിക്കണം. ഇനി എ സർവീസ് ഷുഡ് ഹാവ് സർട്ടൻ ക്വാളിറ്റീസ്. സർവീസിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്വാളിറ്റീസ് ഓഫ് സർവീസ്. Okay. Every act and performance is not considered a service. A service should have the assured qualities. എന്താണ് ഈ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ഒരു ആക്ട് ആണ് അല്ലെ. എവറി ആക്ട് എന്ന് വെച്ചാൽ പ്രവൃത്തി, അതുപോലെ തന്നെ പെർഫോമൻസ് is not considered as a service. സർവീസിന് എന്താണ്? ഒരു പ്രവൃത്തി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ട്
കറക്റ്റ് ആയിട്ടോ പെർഫോമൻസ് ആയിട്ടോ സർവീസിനെ നമുക്ക് പരിഗണിക്കാനായിട്ട് പറ്റില്ല. ഒരു സർവീസിന് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മള് ക്വാളിറ്റീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒരു 5 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നോക്കിക്കോളൂ. സർവീസ് ഈസ് ടു ബി സ്പോണ്ടേനിയസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്താ വായിച്ചപ്പോ മനസ്സിലായത്? സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോണ്ടേനിയസ് പെട്ടെന്ന്. ഓക്കെ, കണ്ടിന്യൂ. ഇനി വേറെ എന്തെങ്കിലും? കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ എന്താണ് ഈ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻലി. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം നമ്മൾ സർവീസ് കൊടുക്കേണ്ടത് അല്ലെ, ആണോ? അങ്ങനെയാണോ പറഞ്ഞത് അല്ലെ? ഓക്കെ, അപ്പൊ സർവീസ് ചെയ്യേണ്ടത് സ്വമേധയാ ഉള്ളൊരു പ്രവർത്തനമാണ് അല്ലെ. നമ്മൾ ആരിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ആർക്കാണോ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരിൽ നിന്നും വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം ആ സർവീസ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വമേധയാ നമ്മൾ കൊടുക്കുമ്പോ അവരിൽ നിന്ന് നമ്മൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? ഇനി എന്താണ്? സർവീസ് ഷുഡ് ബി വോളണ്ടറി. സ്വമേധയാ ചെയ്യേണ്ടതാണ്. വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻസ്, ഒരു നിയമബാധ്യത ഒന്നും ഇല്ലാതെ നമ്മൾ സ്വമേധയാ ചെയ്യേണ്ട ഒരു കാര്യമാണ് സർവീസ് എന്ന് പറയുന്നത് അല്ലെ. ഡോക്ടർ രോഗിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താണ്? ആ ഡോക്ടർ തനിയെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ആരെയും കമ്പൽ ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണോ ഡോക്ടർ ചെയ്യാറ്? ഇല്ല. രോഗിക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് നോക്കി അവരുടെ നീഡ് അനുസരിച്ചിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അല്ലേ? അങ്ങനെയാണല്ലേ ചെയ്യുന്നത്? ആണോ? ഓക്കെ, അപ്പൊ എന്താണ്? രോഗികളുടെ ആവശ്യം മനസ്സിലാക്കി ഡോക്ടേഴ്സ് സ്വമേധയാ ചെയ്യുന്നതാണ് അല്ലെ. അതാണ് സർവീസ് ഷുഡ് ബി വോളണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, നിയമബാധ്യതകളൊന്നും ഇല്ലാതെ സ്വമേധയാ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സർവീസ്. ഇനി എന്താണ്? സർവീസ് ഈസ് ആൻ ആർട്ട്. ആർട്ട് എന്താ? ആർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഗുഡ്, കല. സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണല്ലേ. ഹെൻസ് ദ എൻഡ് കസ്റ്റമേഴ്സ് ഈസ് സാറ്റിസ്ഫൈഡ്. നമ്മളൊരു കലയാണ് സർവീസ് എന്ന് പറഞ്ഞാല് കസ്റ്റമേഴ്സ് അതിൽ എന്തായിരിക്കണം? നമ്മൾ കൊടുക്കുന്ന സർവീസിലെ കസ്റ്റമേഴ്സ് എന്തായിരിക്കണം? എന്താവണം? സംതൃപ്തിയുള്ളവരാകണം. സാറ്റിസ്ഫൈഡ് അല്ലെ, സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അവർക്ക്. ഓക്കെ, പിന്നെന്താണ്? കെയറിംഗ് വിത്ത് എ പ്ലസന്റ് സ്മൈൽ ഈസ് എ സർവീസ്. നമ്മൾ പറഞ്ഞു സർവീസ് കൊടുക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കെയർ കൊടുക്കുമ്പോ എന്താണ്? സ്മൈലോട് കൂടി അല്ലെ, നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, സ്മൈലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ചില ആൾക്കാര്. ഓക്കെ, കെയറിംഗ് എ പേഴ്സൺ whenever there is need. എന്താണ് നാം പറഞ്ഞു അല്ലെ? നീഡ് എന്താണ്? നീഡ് രോഗികളുടെ ആവശ്യങ്ങൾ അല്ലെ. നീഡ് എന്ന് പറഞ്ഞാല് ആവശ്യം. ആവശ്യമുള്ളപ്പോൾ വേണം രോഗിക്ക് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടിയും പറയാം. ഫസ്റ്റ് തൊട്ട് ഒന്നും കൂടി മിസ് പറയാം കേട്ടോ. സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വമേധയാ ചെയ്യേണ്ടതാണ്. നമ്മൾ സർവീസ് കൊടുക്കുമ്പോ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ വേണം സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സർവീസ് എന്ന് പറഞ്ഞത് വോളണ്ടറി, സ്വമേധയാ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ കമ്പൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താണ് പോളിസി പ്രൊസീജിയർ അനുസരിച്ചോ അതൊന്നും അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. ഡോക്ടർ രോഗിയുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അവർക്ക് എപ്പോഴാണോ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പോ എന്ത് ചെയ്യണം? സർവീസ് സ്വമേധയാ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സർവീസ് ഒരു കലയാണെന്ന് പറയുന്നുണ്ട് അല്ലെ. കസ്റ്റമർ സർവീസ് കൊടുക്കുമ്പോ കസ്റ്റമർ അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകണം.
അതുപോലെ നമ്മൾ കെയറിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ അങ്ങനെയുള്ള കെയറിങ് ഓരോ പേഴ്സണും ഓരോ അവിടെ വരുന്ന പേഷ്യന്റിനും നമ്മൾ കെയറിങ് കൊടുക്കുമ്പോൾ എന്ത് വേണം, അവർക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആവശ്യമുള്ളപ്പോൾ വേണം സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഞാൻ 10th ബാച്ച് 11th ബാച്ചിനോടൊക്കെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? മിസ് ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ? 8th ബാച്ച് 9th ബാച്ചിനോടൊന്നും ചോദിക്കുന്നില്ല, മിസ്സിനെ അറിയാലോ അവർക്ക്. ഓക്കെ, മിസ് എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? അപ്പോ ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.